ഈ രീതിയിൽ വർക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേ 66ന്റെ പണി ഈ ഡിസംബർ മാസം കൊണ്ട് തന്നെ തീരും. എത്ര സുരക്ഷിതമായിട്ടാണല്ലേ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കണ്ടത് നമ്മുടെ കൊല്ലം കൊട്ടിയത്തെ നാഷണൽ ഹൈവേ 66ന്റെ പുരോഗതിയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്രെയിൻ ലിഫ്റ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഇതുപോലെ ക്രെയിൻ വെച്ച് എന്തെങ്കിലുമൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സേഫ്റ്റി എഞ്ചിനീയറിന്റെ പ്രസൻസ് ഉണ്ടാകണം. ഇനി മുകളിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഇനി അതല്ല, ആ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു സേഫ്റ്റി എഞ്ചിനീയർ ഹയർ ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് ക്ഷമിക്കാം. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, അങ്ങോട്ടൊന്നും പോകണ്ട. അപ്പോൾ ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാഗ്മാൻ താഴെ നിന്നിട്ട് ആ വണ്ടികൾ മുഴുവൻ നിയന്ത്രിക്കണം. അറ്റ്ലീസ്റ്റ് ആ ലിഫ്റ്റിംഗ് വർക്കുകൾ നടക്കുന്ന സമയത്ത് ആ വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ട് ആ പണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടികളെ കടത്തി വിടാനായിട്ട് പാടുള്ളൂ. അതും അവിടെ നടന്നിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെ കൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം അവിടെ നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ പുറകെ എന്തായാലും ഹോണടിയും കാര്യങ്ങളും ബഹളം ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും സ്വന്തം ജീവൻ്റെ വിലയാണല്ലോ. കുറച്ച് നേരം ഒന്ന് നിന്നെന്ന് വെച്ച് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഇപ്പോൾ നമ്മളൊരു കയറിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചവിട്ടി പോവുകയാണെങ്കിൽ 2 സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ തെന്നി താഴെ വീഴാം, അല്ലെങ്കിൽ നമ്മൾ ഭാഗ്യം കൊണ്ട് അങ്ങോട്ട് രക്ഷപ്പെടാം. ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ അരൂർ എലിവേറ്റഡ് ഹൈവേയിലും ഇതുപോലൊരു അപകടം സംഭവിച്ചത്. അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതുപോലെ സുരക്ഷയില്ലാതെ ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾ ഈ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ആ കൺസ്ട്രക്ഷൻ കമ്പനി ഒരു ബോധമില്ലാതെ ആ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും പണി തീർത്താൽ മതി. പക്ഷേ അത് വെരിഫൈ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിനെങ്കിലും വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.